എൻ്റെ പേര് ലിറ്റി. ഞാൻ ഹോളി ക്രോസ് ചർച്ച് പുലാപ്പറ്റയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഓഗസ്റ്റ് 2022 വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വീട് മാറേണ്ടതൊക്കെ ആയിട്ട് വന്നു. അപ്പം വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അന്നൊരു ശുശ്രൂഷയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈശോയെ ഇതിന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ്റെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിയപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, മോള് 3 മണിക്ക് എഴുന്നേറ്റ് ബ്രജീത്തയുടെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ പ്രാർത്ഥന ചെല്ലാവോ? അതിൽ ചെല്ലുവാണെങ്കിൽ ഈശോ 1 വർഷത്തിനുള്ളിൽ ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ ചെല്ലാ വെച്ചു അച്ഛന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈശോയോട് ഇവിടെ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഒരു സാഹചര്യവും ഇല്ല എങ്കിലും ഞാൻ നിന്നെ അന്ധമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 20/11/2023 വീട് പണിയാനായിട്ട് ആലോചന തുടങ്ങി. അത് കഴിഞ്ഞ് 22/11/2023 വീടിൻ്റെ പ്ലാൻ വരയ്ക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. 6/12/2021 വീട് പണി തുടങ്ങി. വീട് പണിയുടെ ചെറിയ അസ്ഥിവാരമൊക്കെ കീറാനൊക്കെ ആയിട്ട് തുടങ്ങി. 7/12 വികാരി അച്ഛൻ വന്ന് വീടിൻ്റെ തറക്കല്ലിട്ടു. മാർച്ച് 31 ഞങ്ങളുടെ വികാരി അച്ഛനും എൻ്റെ അപ്പാപ്പി അച്ഛനാണ്, അപ്പാപ്പയും കൂടെ വീട് വെഞ്ചരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കാരണം അത് എന്നോട് അന്നത് ബുധനാഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അന്ന് ഔസേപിതാവിൻ്റെ ദിവസവും കൂടിയാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞിരുന്നു, ഔസേപിതാവ് വഴി നിനക്ക് അസാധ്യമായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഔസേപിതാവ് വഴി പരിശുദ്ധ അമ്മയുടെ വെമ്പര ഹൃദയത്തോട് ചോദിക്കുക, ഈശോ തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ബ്രജീത്തയുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ഈശോയോട് വീട് പണിയുടെ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. കാരണം ഈശോ എന്നോട് 1 വർഷത്തിനുള്ളിൽ ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഈശോയെ പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ട് അത് 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് ആ പ്രെയർ ചെല്ലാനായിട്ട് ഈശോ എനിക്ക് കൃപയും തന്നു. പിന്നീട് ഒരിക്കലും ഞാൻ ഈശോയോട് വീട് പണിയുടെ ഒരു സാഹചര്യത്തിലും ഈശോയോട് വീട് പണിയുടെ ഒരു കാര്യം ഞാൻ ഈശോ ചോദിച്ചു. കാരണം ഈശോ അത് എനിക്ക് ചെയ്തു തരും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ ഔസേപിതാവ് വഴി എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ 1000 നന്ദി. 7/12 തറക്കല്ലിട്ടു. 31/3/2025 എൻ്റെ പണി പൂർത്തിയാക്കി ആ വീട് വെഞ്ചരിച്ച് അവർക്കതിൽ പ്രവേശിക്കാൻ പറ്റി. നിങ്ങൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ വീട് പണിയാൻ തുടങ്ങുമ്പോൾ വീടിൻ്റെ സ്വപ്നമുള്ളൂ, പക്ഷേ പണിയാനായിട്ട് അവരുടെ കഥയിൽ അങ്ങനെ സാമ്പത്തിക ഡിപ്പോസിറ്റ് ഒന്നുമില്ല. പക്ഷേ തുടങ്ങാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി പണി ഔസേപിതാവ് വഴിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. എല്ലാവരെയും